അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ്, അല്ലൂൺ ട്രാവൽസ്. ഈ പഴയതെന്നറിയോ, ഞങ്ങളിതിനെ മുള്ളൻ ചക്ക എന്ന് വിളിക്കും. ചക്കൻ്റെ അതുപോലെ തന്നെ ചുളയായിട്ടാണ്, പുറത്ത് മുള്ളുണ്ടാവും. നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ്. പക്ഷേ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മുള്ളിൻ്റെ ഹാർഡ്നെസ് നഷ്ടപ്പെടും. ഇത് വീട്ടിലുള്ള അത്യാവശ്യം നല്ല ഹൈറ്റുള്ള, അധികം പ്രായമാവാത്ത ഒരു തൈയിലുള്ള പഴങ്ങളാണ്. കയ്യെത്തും ദൂരത്തൊന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഒരുപാട് ഹൈറ്റിൽ ചില്ലകളിലാണ് കിടക്കുന്നത്. ഏതായാലും റിസ്ക് എടുത്ത് മരത്തിൽ കയറി തന്നെ ഞാൻ അത്യാവശ്യം നല്ല മൂത്തൊരു പഴം അറുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാധനമാണ്. ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതൊരു അത്യാവശ്യം മൂപ്പെത്തി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം വരാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരക്കൻ്റെ ഒക്കെ, അടക്കാപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുളയായിട്ട് കിട്ടും. ഉള്ളിൽ വിത്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്തു പൊളിക്കാൻ, പക്ഷേ പൊളിയുന്നില്ല. ഇനി നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടെ. ഏതായാലും അവസാനം ഇതുപോലെ ചുള പറിച്ചുകൊണ്ട് നമുക്കതിന്ന് വിത്തൊക്കെ ഉണ്ട്, അതിന് വിത്ത് ഒഴിവാക്കി അതിൻ്റെ ചുളയാണ് നമ്മൾ കഴിക്കുക. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു അസുഖം വന്നപ്പോഴാണ്. ഈ ബ്ലഡിലെ കൗണ്ട് കൂടാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ അന്നാണ് അറിയുന്നത്. അന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ വീട്ടിൽ അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല പഴങ്ങളും ഉണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക. ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ പറ്റിയൊരു പഴം എന്നാണ് പറയുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.